കണ്ണൂരിലെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ CBI അന്വേഷണം കോടതി അനുവദിച്ചാൽ കേരളത്തിലെ ഗവൺമെൻറ് എന്തായിരിക്കും പ്രതികരിക്കുക എന്നത് നമുക്ക് വ്യക്തമാണ്. കാരണം പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി വന്നതിന് ശേഷവും പാർട്ടി പ്രതികൾക്ക് വേണ്ടിയിട്ട് എന്തുവരെയും പോകും, ഏതറ്റം വരെയും ഇനിയും പ്രതികൾക്ക് വേണ്ടി പോകും എന്ന് പറയുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഇനി നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഉത്തരവിട്ടാൽ പോലും ഒരു തരത്തിലും കേരളത്തിൻ്റെ ഗവൺമെൻറ്റും പോലീസും അതിന് സഹകരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അത്തരത്തിലുണ്ടായാൽ പെരിയ കൊലക്കേസിൽ ഉണ്ടായതുപോലുള്ള ഒരു ഉത്തരവ് അതിൻ്റെ തനിയാവർത്തനം ഈ നവീൻ ബാബു കേസിൽ ഉണ്ടാകുമെന്ന് CPM-ഉം സർക്കാരും ഭയക്കുന്നു എന്ന് തന്നെയാണ് സത്യം. ഇനി ഈ പെരിയ കൊലക്കേസിലെ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ അവരുടെ ആവനാഴിയിലെ സർവ്വ അമ്പുകൾ ഉപയോഗിച്ച് എതിർത്തതാണ് നമുക്കറിയാം. നമ്മളിൽ നിന്നും 92 ലക്ഷത്തോളം രൂപ, ഏകദേശം 1 കോടിയോളം രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും എടുത്ത് ചെലവാക്കിയാണ് CBI അന്വേഷണം വേണ്ട എന്ന് സുപ്രീം കോടതി വരെ ഈ സർക്കാർ വാദിച്ചത് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ എല്ലാ തടസ്സങ്ങളും, പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും സർവ്വ നിസ്സഹകരണവും ഉണ്ടായിരുന്നിട്ടും CBI സർവ്വ തടസ്സങ്ങളും കേരള ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടും CBI വളരെ സമർത്ഥമായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് മരിച്ച 2 ചെറുപ്പക്കാർക്ക് അവരുടെ കുടുംബത്തിനും നീതി ലഭിച്ചത് നമ്മൾ കാണുന്നതാണ്. ഇനി അതിൻ്റെ ഒരു നാൾ വഴി ഞാൻ നിങ്ങളോട് പറയാം. അതായത് 2019 സെപ്റ്റംബർ 30-നാണ് CBI അന്വേഷണം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. അങ്ങനെ CBI അന്വേഷണത്തിന് വഴി തുറക്കുന്നു. അങ്ങനെ CBI അന്വേഷണത്തിന് തയ്യാറായി എത്തുന്നു. അവർ ആദ്യം എത്തുമ്പോൾ ഈ കേസിൻ്റെ മുൻപ് ഉള്ള ഈ രേഖകൾ, അതായത് കേസ് ഡയറി, അത് ക്രൈംബ്രാഞ്ചാണ്. ആദ്യം പോലീസായിരുന്നു, പിന്നെ ക്രൈംബ്രാഞ്ചായി. അങ്ങനെ ക്രൈംബ്രാഞ്ചാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കേസ് ഡയറിയും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രേഖകളും CBI പോലീസിനോട് ആവശ്യപ്പെടും, ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെടും. പക്ഷേ ക്രൈംബ്രാഞ്ച് കൊടുക്കാൻ തയ്യാറായില്ല. തുടക്കം മുതൽ സർക്കാർ ഈ CBI അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞു. സുപ്രീം കോടതി വരെ പോയി. പക്ഷേ സുപ്രീം കോടതിയിൽ പോയിട്ടും CBI അന്വേഷണം അനുവദിക്കുകയാണുണ്ടായത്. പിന്നെ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവർക്ക് തടസ്സം കൊടുക്കുക, ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയാതെ അവർ പോകുന്ന വഴികളിലെല്ലാം കല്ലും മണ്ണും മുള്ളും കൊണ്ടിട്ട് അവരെ നടക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ള തന്ത്രമാണ് പിന്നീട് സംസ്ഥാന സർക്കാരും പാർട്ടിയും തുടങ്ങിയത്. അങ്ങനെ ക്രൈംബ്രാഞ്ചിനോട് CBI വന്നിട്ട് ആദ്യമായിട്ട് ഈ കേസ് ഡയറിയും മറ്റ് രേഖകളും ആവശ്യപ്പെടുന്നു. അവർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. 6 കത്തുകളാണ് CBI ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം സംസ്ഥാന ക്രൈംബ്രാഞ്ചിനും DGPക്കും കത്തയച്ചത്. ഞങ്ങൾക്ക് കേസ് ഡയറിയും കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വിവരങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ അന്വേഷണത്തിൽ വന്ന CBI ഉദ്യോഗസ്ഥന്മാർ 6 തവണ കത്ത് കൊടുത്തു. ഈ 6 കത്തും DGP എടുത്ത് ചവറ്റുകുട്ടയിലിടുകയാണ് ഉണ്ടായത്. അവസാന DGP 6ാമത്തെ കത്ത് വന്നപ്പോൾ നിവർത്തിയില്ലാതെ ഇനി ഒരു കോടതിയിൽ പോകുമെന്ന് ബോധ്യമായപ്പോൾ DGP പറഞ്ഞു, ഞങ്ങൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് വേണ്ടി അവരോട് ഒരു നിയമോപദേശം തേടിയിരിക്കുന്നതാണ്. ഇങ്ങനെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ വിവരങ്ങൾ കൊടുക്കാമോ, കേസ് ഡയറി കൊടുക്കാമോ എന്ന ഒരു വിചിത്രവാദം. ഒരു DGP-ആണ്. DGPക്ക് അറിയാം CBI വന്നാൽ അതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ മുഴുവനും അവർക്ക് കൊടുക്കണമെന്നും അവരോട് എല്ലാവിധ സഹായവും നൽകണമെന്നുള്ളത് ഒരു DGP, സാധാരണ പോലീസുകാരന് പോലും അറിയാം. എന്നിട്ടും അന്ന് DGP ആയിരുന്നത് ലോക്നാഥ് ബെഹ്റയാണ്. അറിയാമല്ലോ, ലോക്നാഥ് ബെഹ്റ പിണറായിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട, ഇന്നത്തെ നമ്മുടെ ADGPയെ കുറിച്ച് പറയുന്നത് പോലെ വേണ്ടപ്പെട്ട ഒരു DGP ആയിരുന്നു ലോക്നാഥ് ബെഹ്റ. അതുകൊണ്ടാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തത് കൊണ്ടാണ് അതിൻ്റെ നന്ദി സൂചകമായിട്ട് മെട്രോയിലേക്ക് അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനം കൊടുത്ത് ഇപ്പോഴവിടെ സൂചിച്ചിരിക്കുന്നത്. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്തായാലും ലോക്നാഥ് ബെഹ്റ അന്ന് പറഞ്ഞത്, ഈ DGP പറഞ്ഞത്, ഈ അന്വേഷണത്തിൻ്റെ കേസ് ഡയറിയും മറ്റും CBIക്ക് കൊടുക്കണോ വേണ്ടയോ, കൊടുക്കാമോ എന്നതിനെ
കുറിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. ഒരു DGP ആണ് പറയുന്നത്. ആലോചിക്കുക, നമ്മുടെ ജനങ്ങളെല്ലാം ഇത് മനസ്സിലാക്കണം. ആ DGP അവസാനം ഡയറക്ടർ ജനറൽ പോലീസിനോട് ഞങ്ങൾ നിയമോപദേശം ചോദിച്ചിരിക്കുന്നു, അങ്ങനെ നിയമോപദേശം വന്നതിന് ശേഷം ഞങ്ങൾ ബാക്കി രേഖകളെല്ലാം തരാം എന്നാണ് DGP അവസാനം CBIക്ക് മറുപടി കൊടുത്തത്. വിചിത്ര മറുപടി എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. അപ്പോൾ അങ്ങനെ അവിടെ അവർക്ക് ഒരു രേഖയും കിട്ടാതായി. പിന്നീട് FIR ഇടാനുള്ള ശ്രമമായിരുന്നു. അപ്പോഴും ഒരു തരത്തിലും FIR ഇടാനുള്ള സംവിധാനം ക്രൈംബ്രാഞ്ചോ പോലീസോ ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ രഹസ്യമായിട്ടാണ് ഈ CBI പിന്നെ FIR ഇട്ട് അത് പിന്നെ CGM കോടതി, എറണാകുളം CGM കോടതിയിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് FIR ഒന്ന് ഇട്ട് റെഡിയാക്കാൻ കഴിഞ്ഞത്. പിന്നീടും ഓരോ തവണയും ഒരു രേഖ പോലും കൊടുക്കാതെ അന്വേഷണം CBI മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ CBI ഉദ്യോഗസ്ഥന്മാരെ പലതരത്തിൽ വഴിതടയുന്ന പ്രവർത്തനമാണ് കേരള പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇവർ അപ്രതീക്ഷിതമായിട്ട് കാസർഗോഡ് 2 പാർട്ടി ഓഫീസുകൾ CBI ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് ചെയ്യുന്നു. കേരള പോലീസ് പോലും അറിയാതെ അപ്രതീക്ഷിതമായിട്ട് റെയ്ഡ് ചെയ്യുന്നു. ആ റെയ്ഡ് നടത്തിയപ്പോൾ ആ 2 പാർട്ടി ഓഫീസിൽ നിന്ന്, കാസർഗോഡത്തെ 2 പാർട്ടി ഓഫീസിൽ നിന്നും അത്യാവശ്യം കുറേ രേഖകൾ ഈ CBIക്ക് കിട്ടുന്നു. അങ്ങനെ അവർ വളരെ രഹസ്യമായിട്ട് വലിയ ബഹളമൊന്നുമില്ലാതെ, പുറമേ അന്വേഷണം നടക്കുന്നില്ല, അന്വേഷണം ഞാൻ മന്ദഗതിയിലാണ് പോകുന്നത്, ഒരു നിശ്ചലാവസ്ഥയിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അന്വേഷണത്തിന് പൊതുവെ പുറത്തു കാണിക്കാതെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരോ മറ്റൊന്നും അറിയാതെ അവർ രഹസ്യമായിട്ട് അവരുടെ അന്വേഷണവും തെളിവെടുപ്പും നടത്തിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അവർ പിന്നെ കാസർഗോഡ് കോടതിയിലുണ്ടായിരുന്ന ഈ കുറ്റപത്രം, ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രം പിന്നെ അവർ കോടതിയിൽ അപേക്ഷ കൊടുത്ത് കോടതി വഴി അവസാനം ആ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെയും CBI വിജയിച്ചു. വളരെ തന്ത്രപരമായിട്ടാണ് പോയത്. അപ്പോൾ വളരെ രഹസ്യമായിട്ടും തന്ത്രപരമായും ഒക്കെയാണ് കാര്യങ്ങൾ. അത്യാവശ്യം ചില പോലീസുകാർ മാത്രം അറിയുകയും ഉയർന്ന തലത്തിലുള്ള പോലീസുകാരൊന്നും അറിയാതെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് DGP അവിടെ നിന്ന് DGP മറ്റുമൊക്കെ ഇടപെടുമെന്നും തടയിടുമെന്നും അറിയാമെന്നുള്ളത് കൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട്. അങ്ങനെ വളരെ സമർത്ഥമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് ഈ CBI അന്വേഷണം നടത്തി മുന്നോട്ട് പോയപ്പോൾ ഈ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. ഹൈക്കോടതി ഇത് തടയാൻ വേണ്ടിയിട്ട് പാർട്ടി അല്ലെങ്കിൽ സർക്കാർ അപ്പീൽ കൊടുക്കുന്നു. CBI അന്വേഷണം പാടില്ല, നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, രഹസ്യമാണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ CBI അതുവരെ നടത്തിയ അന്വേഷണത്തിൻ്റെ പുരോഗമന റിപ്പോർട്ട്, ഞങ്ങൾ ഇതുവരെ നടത്തിയ റിപ്പോർട്ട് ആശാവഹമാണെന്നും ഇതൊരു വലിയ കേസാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ അന്വേഷണ റിപ്പോർട്ട് കോടതി സമർപ്പിക്കുന്നു ഹൈക്കോടതി പിന്നെ CBIയുടെ നോട്ട് വായിച്ച് എടുത്തതിന് ശേഷം മനസ്സിലായി ഇത് സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ഈ CBI അന്വേഷണം തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഈ CBIയുടെ റിപ്പോർട്ട് അത്ര ക്ലിയർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട്, അന്വേഷണ റിപ്പോർട്ട് വളരെ ക്ലിയർ ആയിരുന്നു. ആ നോട്ട് വായിച്ച് അവർ തീരുമാനമെടുത്തു, സർക്കാർ അപ്പീൽ തള്ളുന്നു. പിന്നെ സുപ്രീം കോടതി പോവുകയായിരുന്നു. സുപ്രീം കോടതിയിലും CBIക്ക് പിന്നെ ഇതെല്ലാം കൊണ്ടും അവിടെ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വന്നു സുപ്രീം കോടതിക്ക്. അപ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യമായി ഇതിനകത്ത് അനാവശ്യമായിട്ട് സർക്കാർ ഇടപെട്ടിരിക്കുന്നു, സർക്കാരിന് വല്ലാത്ത അങ്കലാപ്പ് വന്നിരിക്കുന്നു എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. സുപ്രീം കോടതിയും ഈ CBI അന്വേഷണം അനുവദിച്ചുകൊണ്ട് തന്നെ ഉത്തരവിറക്കുകയും ചെയ്തു. അതോടെയാണ് CPM നമ്മുടെ ഖജനാവിൽ നിന്നും, നമ്മുടെ ഗവൺമെൻറ് 1 കോടിയോളം രൂപ മുടക്കി 1 മണിക്കൂറിന് 12-15 ലക്ഷം രൂപ വക്കീലന്മാർക്ക് കൊടുത്ത് നമ്മുടെ ഖജനാവിലെ പണം എടുത്തിട്ട് CBI അന്വേഷണം തടയാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയത്. അങ്ങനെയാണ് CBI അന്വേഷണം ശക്തമായതും അവരുടെ അന്വേഷണം വളരെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇതിനിടയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒരു കോൺഗ്രസ്സുകാരനായ ഒരു അഡ്വക്കേറ്റിനെ, ഒരു ശ്രീധരൻ, ഞാൻ കൂടുതൽ പേരുകൾ പറയുന്നില്ല, അയാളെ ഈ CPM വിലയ്ക്ക് വാങ്ങിക്കുകയും CPMലേക്ക് കൊണ്ടുവരികയും കോടികൾ പിരിച്ച് അയാൾക്ക് കൊടുക്കുകയും പിന്നെ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ആദ്യ ഘട്ടങ്ങളിൽ ഈ CBI ഈ അന്വേഷണത്തിൻ്റെ എല്ലാ രേഖകളും എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം കൈവശമാക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് പിന്നെ ആദ്യം പിന്നെ ഇരകൾക്ക് കൂടെ നിന്ന് ഇരകളുടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നുമുള്ള പിന്നെ രേഖകളും മറ്റൊക്കെ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ കിട്ടിയ ഒരു വക്കീലിനെ പതുക്കെ പാർട്ടി മാറ്റി കാശ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള CPMൻ്റെ വക്കീലാക്കിയ ഒരു കോൺഗ്രസ് വക്കീലിനെ കൊണ്ടുവരികയും അയാൾ നടത്തി. അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ, വളരെ ഞാൻ പറഞ്ഞത് ആവനാഴിയിലെ 18 അടവുകളും പ്രയോഗിച്ച
ഒരു പിന്നെ കേസായിരുന്നു CPM ഈ പിന്നെ പെരിയ ഇരട്ടക്കൊലക്കേസിൽ നടത്തിയത്. പക്ഷേ നടന്നില്ല. അവിടെയാണ് ഞാനിപ്പോൾ അവസാന നിമിഷം പറഞ്ഞ നവീൻ ബാബുവിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകൾ CBIക്ക് വേണമെന്ന് നവീൻ ബാബുവിൻ്റെ വിധവയായ മഞ്ജുഷ ആവശ്യപ്പെട്ടത്. കൃത്യമായിട്ടും കോടതി അനുവദിക്കുകയാണെങ്കിൽ CPM ഇതുപോലെ തന്നെ ഒരുപാട് കളികൾ, ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് തന്ത്രങ്ങൾ നടത്തും. ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനെ ഹലാസ് ചെയ്യുന്ന തരത്തിലുള്ള, കുടുംബത്തിനെ തകർക്കുന്ന തരത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ അവർ നടത്തും. അവരുടെ മാനസികമായി തകർത്തുകൊണ്ട് 2 പെൺകുട്ടികളാണ്, അടുത്ത വിവാഹം കഴിക്കാനുള്ള കുട്ടികളാണ്. ആ കുട്ടികളെയും അവരുടെ മനസ്സിനെയും തകർത്തുകൊണ്ടുള്ള പരിപാടികൾ അവർ ചെയ്യും. പക്ഷേ എങ്കിലും CBI അന്വേഷണം വേണമെന്നാണ് എല്ലാം അറിയാവുന്ന CPMനെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കുടുംബം എന്ന നിലയിൽ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. CBI അന്വേഷണം വരികയാണെങ്കിൽ നമുക്ക് കാണാം പെരിയ ഇരട്ടക്കൊലക്കേസിലുണ്ടായ അതേ ഉത്തരവ് തന്നെ ഒരു പക്ഷേ CPM നേതാക്കൾക്ക് നേരിടേണ്ടി വരും എന്നത് തനിയാവർത്തനമായിട്ട് സംഭവിക്കും എന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.